ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിസ്റ്റത്തിലുണ്ടാകുന്ന സോഫ്റ്റ്വെയർ ഡ്രൈവർ ഇഷ്യൂ എല്ലാവർക്കും വളരെയേറെ പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ടാസ്ക് ബാറിൽ ഐക്കൺ കാണിക്കാതിരിക്കുക, അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഡ്രൈവർ ഇഷ്യൂ ആയ ബാറ്ററി പ്രോബ്ലം, ബാറ്ററി, കീബോർഡ്, ഇന്റർനെറ്റ്, ബ്ലൂടൂത്ത് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർ ഡ്രൈവർ ഇഷ്യൂ നമ്മുടെ സിസ്റ്റത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ സിസ്റ്റത്തിൽ പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നറിയാതെ പല ആൾക്കാരും ടെൻഷൻ ആകാറുണ്ട്. ഞാൻ ഇതിനു മുമ്പേ സോഫ്റ്റ്വെയർ ഡ്രൈവർ ഇഷ്യൂ സോൾവ് ചെയ്യുന്നതിനുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ തീർച്ചയായും കാണുക. എന്നിട്ടും റെഡി ആയില്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ടിപ്സ് എന്ന് പറയുന്ന യൂട്യൂബിൽ അങ്ങനെ ആരും വീഡിയോ ചെയ്ത് കണ്ടിട്ടില്ല. ഞാൻ അത്തരത്തിലുള്ള ഒരു ടിപ്സാണ് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സിസ്റ്റത്തിലുണ്ടാകുന്ന സോഫ്റ്റ്വെയർ ഡ്രൈവർ ഇഷ്യൂ വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായി നമുക്ക് രണ്ട് മെത്തേഡാണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് സ്കാൻ മെത്തേഡ്, രണ്ട് എന്ന് പറയുന്നത് മാനുവൽ ആണ്. ഫസ്റ്റ് പോയിന്റ് എടുക്കാം, ഓട്ടോമാറ്റിക് സ്കാൻ മെത്തേഡ്. നമ്മുടെ സിസ്റ്റത്തിലെ സോഫ്റ്റ്വെയർ ഡ്രൈവർ ഇഷ്യൂ എന്താണ് പ്രോബ്ലം എന്ന് മനസ്സിലാക്കി അതിനെ ഡയഗ്നോസ് ചെയ്ത് അതിനെ കണ്ടുപിടിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡാണ് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മാനുവൽ എന്ന് പറയുമ്പോൾ ഓൾറെഡി മനസ്സിലാക്കാൻ പറ്റും. മാനുവലി തന്നെ നമ്മുടെ സിസ്റ്റത്തിന് എന്താണ് പ്രോബ്ലം എന്ന് നമ്മൾ മനസ്സിലാക്കി ആ സോഫ്റ്റ്വെയർ ഏതാണെന്ന് വെച്ചാൽ അത് ഡൗൺലോഡ് ചെയ്ത് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡാണ്. മാനുവൽ ചൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പല സിസ്റ്റങ്ങളാണ് പല ആൾക്കാരും യൂസ് ചെയ്യും. ഓരോ മോഡലും അതിൻ്റെ ആയിട്ടുള്ള സ്പെസിഫിക്കേഷനും കാര്യങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് അത് ഏത് ജനറേഷനിലാണെന്നും അതിന്റെ പ്രോസസർ, അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണെന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് അതിൻ്റെ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡ്രൈവർ വേണം ഡൗൺലോഡ് ചെയ്യേണ്ടത്. അല്ലാതെ ഡൗൺലോഡ് ചെയ്തിട്ട് യാതൊരു പ്രയോജനം ഉണ്ടാകുന്നതല്ല. അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മാനുവൽ കഴിവതും ചൂസ് ചെയ്യാതിരിക്കുക. മെത്തേഡ് എല്ലാവരും ചൂസ് ചെയ്യുക. എങ്ങനെയാണ് ഈ രണ്ട് മെത്തേഡ് സിസ്റ്റത്തിൽ ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. സപ്പോർട്ട് ലെനോവോ ടൈപ്പ് ചെയ്യുക. ഏത് കമ്പനിയുടെ സിസ്റ്റമാണോ ആ കമ്പനിയുടെ നെയിം ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇങ്ങനൊരു വിൻഡോ ഓപ്പൺ ആയി വരും. ലെനോവോ സപ്പോർട്ട് ഡ്രൈവർ കാണാം. ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് PC ഡേറ്റാ സെന്റർ, മൊബൈൽ അങ്ങനെ എന്ന് പറഞ്ഞാൽ കാണാം. നമുക്ക് വേണ്ടത് PC ആണ്. ഇതിനകത്ത് ഡിറ്റക്ട് പ്രൊഡക്റ്റ്, വ്യൂ PC സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ഡിറ്റക്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി തന്നെ നമ്മുടെ പ്രോഡക്റ്റും അതിന്റെ സീരിയൽ നമ്പറും കാര്യങ്ങളും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡിറ്റക്ട് ചെയ്ത് മനസ്സിലാക്കുന്ന ഒരു മെത്തേഡാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ പറ്റും. ടിക്ക് കൊടുക്കുക. അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക. ആദ്യം പ്രോഡക്റ്റ് നമ്മളെ ഡിറ്റക്ട് ചെയ്യും. അതിനുശേഷം സോഫ്റ്റ്വെയർ റൺ ചെയ്യും. അതിനുശേഷം ഇത് എന്താണ് പ്രോബ്ലം എന്ന് സ്കാൻ ചെയ്ത് ഡയഗ്നോസ് ചെയ്ത് കണ്ടുപിടിക്കും. 3 സ്റ്റെപ്പാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയതിനു ശേഷം ചെറിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ടല്ലോ, ആ വിൻഡോ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഡിറ്റക്ട് PC കൊടുക്കുക. അടുത്ത കാണുന്ന ഇന്റർഫേസ് ഇതാണ്. ഓരോ കമ്പനിയുടെ ഓരോ രീതിയിലായിരിക്കും. നമ്മുടെ സിസ്റ്റത്തിന്റെ ഇൻസ്റ്റാൾ ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റം അടക്കം എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അതിൽ നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതെന്ന് പറയുന്ന ഡ്രൈവർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും ലെഫ്റ്റ് സൈഡിലായിട്ട്. അതിൽ നമുക്ക് രണ്ട് മാനുവൽ ഉണ്ട്, ഓട്ടോമാറ്റിക് ഡ്രൈവർ അപ്ഡേറ്റ് ഉണ്ട്. ഓട്ടോമാറ്റിക് ഡ്രൈവർ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് സ്കാൻ കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ മിസ്സിംഗ് ഉണ്ടോ, അപ്ഡേറ്റ് ആകുന്നുണ്ടോ, എന്തെങ്കിലും ഡ്രൈവർ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, കംപ്ലീറ്റ് സ്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ സ്കാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡ്രൈവർ മിസ്സിങ്ങോ ഡ്രൈവർ പ്രോബ്ലമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്കാൻ ചെയ്യുന്ന ടൈമിൽ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ്. മാനുവൽ എങ്ങനെയാണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. കണ്ടോ, ഇതിനകത്തിലിപ്പം മാനുവൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ്. നമ്മുടെ ഓഡിയോയും ബയോസിൻ്റെയും ബ്ലൂടൂത്തിൻ്റെയും ക്യാമറ കാർഡ് റീഡർ, ഗ്രാഫിക്സിൻ്റെ, മദർ ബോർഡിൻ്റെ, മൗസ്, അങ്ങനെ വേണ്ട നെറ്റ്വർക്ക് അടക്കം എല്ലാത്തിൻ്റെയും ഡ്രൈവർ നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. നമ്മുടെ സിസ്റ്റത്തിൻ്റെ വേണ്ട സോഫ്റ്റ്വെയർ ആണ് ഇതിനകത്തിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ സിസ്റ്റത്തിന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട സോഫ്റ്റ്വെയർ ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഇത്രയും ഡ്രൈവേഴ്സാണ് നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് നോക്കാം. അതിനായി നമുക്ക് ഏതിലൊരെണ്ണം ക്ലിക്ക് ചെയ്യാം. നമുക്ക് നെറ്റ്വർക്കിംഗ് ക്ലിക്ക് ചെയ്യാം. താഴോട്ട് വരുമ്പോൾ ഫയൽ എന്ന് പറഞ്ഞുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. സെക്കൻഡ് ഓപ്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വ്യൂ PC സപ്പോർട്ട് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമ്മുടെ പ്രോഡക്റ്റിന്റെ മോഡൽ ഏതാണെന്ന് അത് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മുടെ സിസ്റ്റത്തിൽ നെറ്റ് ഇല്ലാതിരിക്കുകയോ വേറൊരു സിസ്റ്റത്തിന്റെ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ കാണാൻ നമുക്ക് പറ്റും. പ്രോഡക്റ്റ് ഹോം എന്ന് പറഞ്ഞുകൊണ്ടൊരു വിൻഡോ ഓപ്പൺ ആയി വരും. അതിൽ നമ്മൾ സിസ്റ്റത്തിന്റെ സീരിയൽ നമ്പർ
പിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിനകത്തിൽ ഒന്ന് നമുക്ക് മാനുവൽ, ഒന്ന് ഓട്ടോ ആയിട്ട് ഡിക്റ്റേറ്റ് ചെയ്യുന്ന മെത്തേഡാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ചെറിയ വിൻഡോ ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും ഡിക്റ്റേറ്റ് PC കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പ്രോഡക്റ്റ് ഹോമിലോട്ടാണ് ചെല്ലുന്നത്. സെക്കൻഡ് ഓപ്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്തിൽ ഡയറക്റ്റ് സീരിയൽ നമ്പറാണ് അവർ ചൂസ് ചെയ്യുന്നത്. എന്നാൽ അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം.